സൗദാസ ചരിത്രം. സൂര്യവംശജനായ സുദാസന്റെ പുത്രനായി, അതായത് സൗദാസനായ മിത്രസഹൻ ഉണ്ടായി. നായാട്ടിൽ കമ്പം പൂണ്ട സൗദാസൻ വനത്തിൽ കടന്ന് മൃഗസമൂഹത്തെ വധിച്ചു നടക്കുന്ന വേളയിൽ 2 രാക്ഷസന്മാർ അവിടെ ഉണ്ടായിരുന്നു. കടുവയുടെ രൂപം പൂണ്ട് സഞ്ചരിച്ചിരുന്ന അവയിൽ ഒന്നിനെ സൗദാസൻ വധിച്ചു. നിനക്കും ഞാൻ ആപത്തു വരുത്തുമെന്ന് ശേഷിച്ച രാക്ഷസൻ കോപത്തോടെ പറഞ്ഞു. സുദാസന്റെ കാലശേഷം സൗദാസൻ രാജാവായി വാഴുന്ന കാലത്ത് വസിഷ്ഠന്റെ നിയോഗമനുസരിച്ച് യാഗം നടത്തി. അപ്പോൾ അവിടെ രാക്ഷസൻ വസിഷ്ഠന്റെ രൂപം ധരിച്ചു വന്നെത്തി. ഇന്ന് ഇറച്ചിക്കറി വേണമെന്ന് രാജാവിനോട് പറഞ്ഞിട്ട് വസിഷ്ഠ രൂപധാരിയായ അസുരൻ മറഞ്ഞു. രാജാവ് സന്തോഷപൂർവം പാചകക്കാരനെ വിളിച്ച് മാംസം പാകം ചെയ്യാൻ ആജ്ഞാപിച്ചു. ഇറച്ചിക്കാരന്റെ രൂപം പൂണ്ടുവന്ന രാക്ഷസൻ മനുഷ്യമാംസം കൊടുത്തു. പാചകക്കാരൻ മറ്റൊന്നും നോക്കാതെ ആ മാംസം പാകം ചെയ്തു വസിഷ്ഠന് വിളമ്പിക്കൊടുത്തു. വസിഷ്ഠൻ ക്രോധം പൂണ്ട് ശപിച്ചു. രാജാവേ, ബ്രാഹ്മണനായ ഞാൻ മനുഷ്യമാംസം ഭക്ഷിക്കുമോ? എനിക്ക് മനുഷ്യമാംസം വിളമ്പിത്തന്നതുകൊണ്ട് അങ്ങ് മനുഷ്യമാംസം ഭക്ഷിക്കുന്ന രാക്ഷസനായി വനങ്ങളിൽ സഞ്ചരിക്കണം. ശാപവാക്കുകൾ കേട്ട് രാജാവ് കാരണം ആരാഞ്ഞു. ഈ അനിഷ്ടത്തിന് കാരണം രാക്ഷസന്റെ ചതിയാണെന്ന് മനസ്സിലാക്കിയ മഹർഷി ദയാപൂർവം രാജാവിനോട് അരുളി ചെയ്തു. രാജാവേ, വേദജ്ഞാനികളുടെ വാക്കുകൾ അസത്യമാവുകയില്ല. 12 വർഷം കൊണ്ട് ഈ ശാപത്തിന്റെ ശക്തി ഇല്ലാതാകും. മാത്രമല്ല, രാക്ഷസനായി ജീവിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും പിന്നീട് നിനക്ക് ഓർമ്മയുണ്ടാവുകയില്ല. 12 വർഷം ശാപം അനുഭവിച്ചതിന് ശേഷം സൗദാസൻ വീണ്ടും രാജാവായി വന്നു. അക്കാലത്ത് സൗദാസ മഹാരാജാവ് യാഗം നടത്തിയ ഭൂമിയാണിത് എന്നിങ്ങനെ മഹർഷി ശത്രുഘ്നനോട് അരുളി ചെയ്തു. ഇനി നമുക്ക് ഉറങ്ങാം, രാത്രി ഏറെയായി എന്ന് മഹർഷി പറഞ്ഞത് കേട്ട് എല്ലാവരും ഉറങ്ങി. അർദ്ധരാത്രിയായപ്പോൾ ഒരു മുനി ശിഷ്യൻ വന്നു വാൽമീകിയെ ഉണർത്തിച്ചു. തപോനിധേ, സീതാദേവി ഇപ്പോൾ പ്രസവിച്ചു. തേജോമയന്മാരായ 2 കുഞ്ഞുങ്ങളുണ്ട്. അതുകേട്ട് ശത്രുഘ്നൻ സന്തോഷിച്ചു. വാൽമീകി മഹർഷി എഴുന്നേറ്റ് ചെന്ന് കുഞ്ഞുങ്ങൾക്ക് ജാതകർമ്മങ്ങൾ ചെയ്തു. അതിരാവിലെ ശത്രുഘ്നൻ എഴുന്നേറ്റ് മുനിയോട് അനുമതി വാങ്ങിക്കൊണ്ട് യാത്രയായി. കാളിന്ദീ തീരത്തുള്ള ആശ്രമങ്ങളിൽ സൈന്യത്തോടുകൂടി സുഖമായി വസിച്ചു. താപസ ശ്രേഷ്ഠന്മാർ പുരാണ കഥാപ്രവചനം നടത്തുന്നത് കേട്ട് ദുഃഖമില്ലാതെ വസിക്കുന്നതിനിടയിൽ ശത്രുഘ്നൻ ആരാഞ്ഞു. ശിവൻ നൽകിയ ശൂലം കൊണ്ട് ലവണൻ ആരെയെങ്കിലും വധിച്ചിട്ടുള്ളതായി അറിയാമോ? പറഞ്ഞു തരണം. അത് കേട്ട് മുനിശ്രേഷ്ഠൻ പറഞ്ഞു, പണ്ട് മാന്താതാവ് എന്ന രാജശ്രേഷ്ഠൻ പരാക്രമം കൊണ്ട് ഭൂമണ്ഡലമാകെ ജയിച്ചടക്കിയിട്ട് സ്വർഗം കൂടി കീഴടക്കാൻ ഒരുങ്ങി. അതറിഞ്ഞിട്ട് ഇന്ദ്രൻ വന്ന് രാജാവിനോട് പറഞ്ഞു, അങ്ങയ്ക്ക് ഇത് കഴിയും. ഈ വഴിക്ക് അങ്ങ് ചിന്തിച്ചതും യുക്തം തന്നെ. പക്ഷേ ഭൂമിയിലുള്ള മധുവനത്തിൽ വാഴുന്ന ലവണനെ അങ്ങ് പോരിൽ ജയിച്ചോ? അതുകേട്ട് മാന്താതാവ് ലവണനെ ജയിക്കാനായി കാട്ടിൽ വന്ന് പോരിന് വിളിച്ചു. ശൂലത്തിന്റെ അഗ്നിജ്വാലയിൽ മാന്താതാവ് ഭസ്മമായിപ്പോയി. ശിവന്റെ ശൂലമാണത്, വളരെ പേടിക്കേണ്ടതുണ്ട്. ഇങ്ങനെ താപസൻ പറഞ്ഞത് കേട്ട് ശത്രുഘ്നൻ അതിരാവിലെ തന്നെ കൃതാർത്ഥതയോടെ പുറപ്പെട്ടു.